59, 34, 35 വോട്ടെണ്ണൽ തുടങ്ങാൻ പോകുന്നു. ഡൽഹിയുടെ ചിത്രം എന്താണ്, ഡൽഹിയുടെ ജനമനസ്സിൽ എന്താണ്? ഇത് അല്പസമയത്തിനകം അതിന്റെ ആദ്യ ട്രെൻഡ് പുറത്തേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 8:15 ആദ്യത്തെ ചില സൂചനകൾ. പക്ഷേ ട്രെൻഡ് എന്ന തരത്തിലേക്ക് പറയണമെങ്കിൽ 9 മണിയൊക്കെ കഴിയേണ്ടി വരും. തീർച്ചയായിട്ടും. കാരണം ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണുക. അപ്പോൾ ആദ്യത്തെ ഫലസൂചനകൾ പോസ്റ്റൽ ബാലറ്റുകളിൽ നിന്നുള്ള ഫലസൂചനകളാകും. 8:15 ശേഷമാണ് EVM എണ്ണി തുടങ്ങുക. EVMിലെ ആദ്യത്തെ കൗണ്ട് വന്നാൽ EVMിൽ നിന്ന് ആദ്യത്തെ കൗണ്ടർ 8:45 കൂടി വരും. ഡൽഹിയാണല്ലോ. 8:45 കൂടി ആദ്യം EVM കൗണ്ടുകൾ വന്നാൽ ഇതാ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു. നമുക്കൊരു കൃത്യമായ പിക്ചറിലേക്ക് അല്ലെങ്കിൽ ഒരു സൂചനയിലേക്കെങ്കിലും പോകാം. ആദ്യ ഫലസൂചനകൾ അല്പസമയത്തിനകം ലഭ്യമാകും. ഡൽഹി തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുകയാണ്. ആര് ആദ്യത്തെ ലീഡെടുക്കും? പോസ്റ്റൽ ബാലറ്റ് ഉത്തരം തേടുകയാണ് ഇന്ദ്രപ്രസ്ഥം. ദീർഘനാളത്തെ ആം ആദ്മി പാർട്ടി ഭരണത്തിന് അന്ത്യം കുറിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് BJPക്കുള്ളത്. അങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നും ഏത് അധികാര സ്ഥാനത്തോടും പോരാടി നിലനിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് തങ്ങളുടേതെന്നും അരവിന്ദ് കെജ്രിവാൾ നേരിടേണ്ടി വന്ന രാഷ്ട്രീയ വേട്ടയ്ക്ക് ദില്ലിയിലെ ജനങ്ങൾ മറുപടി കൊടുക്കുമെന്ന ആത്മവിശ്വാസമാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത്. കോൺഗ്രസിന് എന്തു സാധ്യമാകും എന്ന ചോദ്യം കൂടി, അതിനുത്തരം കൂടി മുന്നോട്ട് വെക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ദില്ലിയിൽ 8 മണി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങി. ആദ്യത്തെ ഫലസൂചന ഇനി ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. 70 നിയമസഭാ മണ്ഡലങ്ങളാണ് ഡൽഹിയിലുള്ളത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള കൗണ്ടുകൾ വന്നു തുടങ്ങിയാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പറയാം. ഇപ്പോ പ്രേക്ഷകരെ അറിയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങി. ആകെ 70 സീറ്റുകൾ, 36 സീറ്റ് വേണം. കേവല ഭൂരിപക്ഷത്തിന് 36 തൊട്ട് കടന്നു പോകുമോ BJP? എന്താണ് ദേശീയ തലത്തിൽ തന്നെ വലിയ ആകാംക്ഷ. അരവിന്ദ് കെജ്രിവാൾ വീഴുമോ എന്ന ചോദ്യോത്തരമാണ്. അല്പസമയത്തിനകം ആദ്യ ഫലസൂചനകൾ പുറത്തേക്ക് വരും. ഡൽഹി വോട്ടെണ്ണി തുടങ്ങിയിരിക്കുന്നു. രാജ്യമാകെ ഉറ്റുനോക്കുകയാണ് ഡൽഹിയിലേക്ക്. ഡൽഹിയിൽ എന്താണ് സംഭവിക്കുന്നത്? അല്പനിമിഷത്തിനകം ആര് ലീഡ് ചെയ്യുന്നു എന്നതിന്റെ സൂചനകൾ പുറത്തു വരും. ആദ്യ ഫലമെല്ലാം വരുന്നത് പോസ്റ്റൽ ബാലറ്റിൽ നിന്നാണ്. അതുകൊണ്ട് അതിനൊരു ട്രെൻഡായി നമുക്ക് കാണാനേ കഴിയില്ല. പക്ഷേ 8:30 കഴിയുന്നതോടുകൂടി 9 മണിയോടുകൂടി ട്രെൻഡിന്റെ സ്വഭാവം എന്താണ് എന്നത് മേഖല തിരിച്ച് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. 12 ജില്ലകളിലുള്ള ആകെ സീറ്റുകൾ 70 സീറ്റുകൾ. അതിൽ ഏറെയും കുറഞ്ഞും നോക്കുകയാണെങ്കിൽ 4 സീറ്റുകളിൽ 5 സീറ്റുകളിൽ കൃത്യമായി ആം ആദ്മി പാർട്ടി മാത്രം ലീഡെടുത്ത, ആം ആദ്മി പാർട്ടിക്ക് മാത്രം അധികാരത്തിലേക്ക് വരാൻ കഴിഞ്ഞ മണ്ഡലങ്ങളാണ്. പക്ഷേ BJPക്ക് ഈ പറയുന്ന പോലെ കിഴക്കൻ ഡൽഹി, ഷാദര, നോർത്ത് ഈസ്റ്റ് മേഖലകളിലാണ് അവിടെ ഒരു 2 സീറ്റുകളൊക്കെ വീതം നേടാൻ കഴിഞ്ഞതാണ്. കഴിഞ്ഞ നിയമസഭയിൽ 7 എന്ന ഒരു നമ്പറിലേക്ക് എത്താൻ കഴിഞ്ഞത്. അവിടെ നിന്ന് എത്ര പിടിച്ചു വാങ്ങും BJP എന്നുള്ള ചോദ്യമാണ് നമ്മൾ. തീർച്ചയായും അർജുൻ പീതാംബരൻ നമ്മോടൊപ്പം ഉണ്ട്. അർജുൻ, വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം അർജുനിലേക്ക് വരാം. ഇപ്പോ ആം ആദ്മി പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ചില പ്രതികരണങ്ങൾ ആത്മവിശ്വാസക്കുറവിൻ്റെതാണ്. നേരത്തെ രതീഷ് അത് സൂചിപ്പിച്ചു. സൗരവ് ഭരദ്വാജ് പറയുന്നത് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഭീതിയിലാണ്. MLA-മാരെ വിലയ്ക്ക് വാങ്ങാൻ ശ്രമം നടക്കുന്നതാണ്. ഇന്നലെയും ആം ആദ്മി പാർട്ടി ആ ആരോപണം ഉന്നയിച്ചിരുന്നു. തങ്ങളുടെ MLA-മാരെ BJP പണം കൊടുത്ത് വാങ്ങുമോ എന്ന ഭയം. അതിനൊരു കാരണമുണ്ട്. അതായത് പ്രവർത്തന മികവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയ 20 MLA-മാരുണ്ടായിരുന്നു. അവരെ BJP അവരുടെ ചേരിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർ മത്സരിക്കുന്നുണ്ട്. 2-3 പേർ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റം, ഇതിനകം കൂറ് പ്രഖ്യാപിച്ചവരും ഇനി കൂറ് പ്രഖ്യാപിക്കാനിരിക്കുന്നവരും സ്വന്തം ചേരിയുണ്ടോ എന്ന് ഒരു ഭീതി സ്വാഭാവികമായും ആം ആദ്മിക്കുണ്ട്.